ഗുഡ് മോർണിംഗ് ആൾ. ആരും എന്താ കേറിയിട്ടില്ലല്ലോ? കേറുന്നുണ്ട്. 2 മിനിറ്റ് കൂടി നോക്കാം. ഓക്കെ. ഓക്കെ, തുടങ്ങാം. എന്താ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? നോക്കിയിരുന്നോ? എന്തെങ്കിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? ആരും വായിച്ചു നോക്കിയില്ലേ? അതോ പ്രത്യേകിച്ച് ഡൗട്ട് ഇല്ലാഞ്ഞിട്ടാണോ? ആരെങ്കിലൊക്കെ റെസ്പോണ്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എവിടെ വരെയാ എടുത്തു നിർത്തിയത്? ഓർമ്മയുണ്ടോ? റീഡ് ചെയ്തു. ഓക്കെ. അപ്പോ എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? Actors on employer relations അല്ലെ? അത് നമ്മള് അത് ഫുള്ളും കഴിഞ്ഞു അല്ലെ? അപ്പൊ നമ്മള് കണ്ടു അല്ലെ? അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയറിന്റെ കുറെ ഘടകങ്ങളുണ്ട്, അതേമാതിരി തന്നെ എംപ്ലോയീസിന്റെ ഉണ്ട്, ദെൻ ഗവൺമെന്റ്. ഇത് പ്രധാനമായിട്ടുള്ള റിലേഷൻസ് ആണ്. അതായത് റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു പ്രധാന ഘടകങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു ഘടകങ്ങളാണ്. ഇനി നമുക്ക് ഇതേമാതിരി തന്നെയുള്ള അടുത്തൊരു സെക്ഷനും ഇത് തന്നെയാണ്. അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻസ്. അതായത് തൊഴിലാളികളുടെ ബന്ധത്തില് എന്തൊക്കെ ഘടകങ്ങൾ അല്ലെ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ, പ്രചോദിതമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം എംപ്ലോയീസ്, അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ നല്ല അല്ലെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണ്. അവരുടെ ക്ഷേമത്തിനാണ് കൂടുതൽ മുൻതൂക്കം നൽകിയിട്ട് എംപ്ലോയർ പ്രവർത്തനങ്ങള് നടപ്പിലാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം അവരെ ഹാപ്പി അല്ലെ, അവരെ തൃപ്തികരമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതില് കൃത്യമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഓക്കെ, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫാക്ടേഴ്സ്, അതായത് ഫോളോയിങ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് എംപ്ലോയി റിലേഷൻസ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നമ്മൾ വ്യവസായ ബന്ധം എടുത്ത് നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, സാങ്കേതികപരമായിട്ടുള്ള ഘടകങ്ങൾ, ടെക്നോളജി സംബന്ധമായ ഘടകങ്ങളുണ്ട്, സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, ഓർഗനൈസേഷൻ അല്ലെ സംഘടനാപരമായിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്. അത് മാത്രമല്ല ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, ആഗോള തലത്തിൽ തന്നെ കുറെ ഘടകങ്ങളും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ്സുകളൊക്കെ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ എംപ്ലോയീസിന് അവരുടെ ഇൻഡസ്ട്രിയൽ റിലേഷനെ അതുമായി ബന്ധപ്പെടുത്തി വരുമ്പോൾ പല ഫാക്ടേഴ്സിനും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എക്കണോമിക് ഫാക്ടേഴ്സ്, ഓക്കെ, സാമ്പത്തികമായിട്ടുള്ളത്, ദെൻ ടെക്നോളജിക്കല്, ദെൻ സോഷ്യൽ ആൻഡ് കൾച്ചറല്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണല്, പൊളിറ്റിക്കല്, ഓർഗനൈസേഷണൽ ആൻഡ് ഗ്ലോബൽ ഫാക്ടേഴ്സ്. ഓക്കെയല്ലേ? ആ ഒരു ചാർട്ടിൽ നിന്ന് അത്രയും ഐഡിയ കിട്ടിയില്ലേ? ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഏതൊക്കെ ഘടകങ്ങളാന്നുള്ള രീതിയിൽ തന്നെ. ഓക്കെ അല്ലേ? നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് വൈസ് ആയിട്ട് പോവാം. എക്കണോമിക് ഫാക്ടേഴ്സ്.
അത് നിങ്ങൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് ഇപ്പൊ തന്നെ അല്ലെ, ഞങ്ങള് ഒന്നിച്ചങ്ങനെ എടുത്ത് കൊടുത്ത് വെക്കുക മാത്രമേ ചെയ്യുള്ളൂ. മൈൻഡിലേക്ക് എന്തെങ്കിലും കയറട്ടെ എന്ന് ഇച്ചിരി സമയം തന്നത് ആ ഒരു നമ്മളോട് വായിക്കാൻ പറയുന്നതോടൊപ്പം അല്ലെങ്കിൽ എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് വായിച്ചു പോവുക. ഇപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെ, ഒരു സാമ്പത്തിക ഘടകങ്ങൾ. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള ഓരോ എംപ്ലോയീസും എന്തെങ്കിലും അല്ലെ സാമ്പത്തികമായിട്ടുള്ള ഒരു വശം ഉള്ളത് അല്ലെ, എല്ലാ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് വരുന്നത്, ഉണ്ടാവില്ലേ? അപ്പൊ പലതരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടാകുക. അത് ചിലപ്പോ എന്താണ് മുതലാളിത്ത വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് ആയിട്ടുള്ള ആ ഒരു വശം എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോ മിക്സഡ് സാമ്പത്തിക വ്യവസ്ഥയായിരിക്കും, ചിലപ്പോഴത് എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയായിരിക്കും, ചിലപ്പോ എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയായിരിക്കും അവിടെ വരുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സ്, നമുക്ക് അതിന്റെ ആ ഒരു ഇതിലേക്ക് പോവാം. ദ സ്ട്രക്ചർ ഓഫ് ദ എക്കോണമി, സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സഡ് ഡിറ്റർമിനേറ്റ്സ് ദ എക്കണോമിക് ഫാക്ടേഴ്സ്. സാധാരണയായിട്ട് സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ആ ഒരു ഘടനയാണ് അല്ലെ, സാമ്പത്തിക വ്യവസ്ഥയുടെ ഘടനയാണ് സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സഡ്. നമുക്കറിയാം ചിലപ്പോഴേക്ക് ഒരു ഫേം എന്ന് പറയുന്നത് അതിലെ മുതലാളി അവര് പ്രൈവറ്റ് ആയിട്ട് തന്നെയായിരിക്കും ആ ഒരു സ്ഥാപനം മുൻകൂട്ടി കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ നമുക്കറിയാം ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തോട് കൂടിയിട്ടായിരിക്കും, ചിലപ്പോൾ അല്ലെ പൊതുവെ എന്താണ് കോപ്പറേറ്റീവ് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള സംഘടനാപരമായ രീതിയിൽ തന്നെയുള്ള സ്ഥാപനമായിരിക്കും. അപ്പൊ പലതരത്തിലുള്ള ഒരു ഘടനയായിരിക്കും ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊരു പ്രത്യേകതയാണ്, ആ ഒരു ഫാക്ടർ മനസ്സിലാക്കിയത്. നമുക്കറിയാം ഒരു തൊഴിൽ തേടുന്നവര് അല്ലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇത് രണ്ടും ഉള്ള മിക്സഡ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. The character and the composition of the workforce, demand and supply of labor, and the association of labor would determine the economic position of a workforce and also strength of a bargaining which affected the industrial relations. അപ്പൊ അവിടെ ഒരു വ്യവസായ ബന്ധത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. ചില സ്ഥാപനങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട് തന്നെ സാലറി ഒക്കെ അവിടെ കറക്റ്റ് ആയിട്ടൊക്കെ കൊടുക്കും. ചിലപ്പോഴൊക്കെ എന്താണ് അവിടെ ബാർഗെയിൻ ചെയ്ത് അല്ലെ വിലപേശി തന്നെ മേടിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും സ്ഥാപനം എന്താണ് അത് ആ ഒരു ഫോഴ്സ് അല്ലെ ആ ഒരു ഫോഴ്സിനെ കുറിച്ചിട്ട് നല്ലൊരു ധാരണയുണ്ടായിരിക്കും. ദ ക്യാരക്ടർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ അല്ലെ, അവിടെ കൃത്യമായിട്ട് തന്നെ ലേബർ അതിനനുസരിച്ചിട്ടുള്ള സപ്ലൈക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷൻ ഓഫ് ലേബർ വുഡ് ഡിറ്റർമിൻ ദ എക്കണോമിക് പൊസിഷൻ ഓഫ് ദ വർക്കേഴ്സ്. അതായത് അവരുടെ സാമ്പത്തികാവസ്ഥ അല്ലെ, നമുക്കറിയാം നല്ലൊരു സാമ്പത്തികാവസ്ഥയുള്ള ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഫേമിലായിരിക്കും ഏവരും വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ലേ? അങ്ങനെയല്ലേ ആഗ്രഹിക്കുക? അതല്ല എങ്കിൽ നമുക്കറിയാം ഒരു സ്ട്രെങ്ത് ഉണ്ടോ എന്ന് നോക്കും അല്ലെ, ഒരു ശക്തി ഉണ്ടോ. ഇൻ കേസ് നമുക്ക് ഒരു സാലറി ഇല്ല എങ്കിൽ അവിടെ അത് ബാർഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് അവിടെ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കും അല്ലെ, ശ്രദ്ധിക്കില്ലേ? അതായത് ഒരു സാലറി നമുക്ക് ഡ്യൂട്ടി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ അത് ഇട്ടേച്ച് പോകാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള സ്ഥാപനം ആരും സെലക്ട് ചെയ്യില്ല അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ആ ഒരു സ്ട്രെങ്ത് ഓഫ് ബാർഗെയിൻ വിച്ച് അഫക്റ്റഡ് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ, അവിടെ ആ ഒരു വ്യവസായ ശക്തിയും കൂടിയും അതിനെ ബാർഗെയിൻ ചെയ്യാനുള്ള ശക്തിയും കൂടിയും ഉണ്ടോ എന്നുള്ള കാര്യം അനലൈസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പൊ എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ എക്കണോമി അല്ലെ. സ്ട്രക്ചർ ഓഫ് ദ എക്കണോമിയിൽ എന്തൊക്കെ പെടാം? സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? നോക്കാം. ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ഓഫ് ലേബർ കോഡ്സ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്, ലേബർ യൂണിയൻ ആൻഡ് എംപ്ലോയി ഓർഗനൈസേഷൻ ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സിലെ പല ഘടകങ്ങൾ പെടുന്നുണ്ട്. ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്കറിയാം ആ സ്ഥാപനത്തിന് കുറെ പോളിസി അല്ലെ ലോകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ വർക്കിംഗ് ലേബർ കോഡ്സുകൾ, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ, നമുക്ക് ഒരു സ്ഥാപനം മാത്രമല്ല ആ സ്ഥാപനത്തിന് ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ ലോകൾക്ക് അനുസൃതമായിട്ട് തന്നെയായിരിക്കും പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അവിടുത്തെ എംപ്ലോയീസിനും എന്താണ് കുറെ നേട്ടങ്ങളുണ്ട്. കാരണം ഇൻ കേസ് നമുക്ക് ആ ലോയ അടിസ്ഥാനത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു
ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ഗവൺമെന്റ് പോളിസി, ലേബർ ലോ, വർക്കിംഗ് ലേബർ കോഡ്സ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ, ലേബർ യൂണിയൻ ആൻഡ് എംപ്ലോയി ഓർഗനൈസേഷൻ ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. അതെല്ലാം ഒരു സ്ഥാപക ഘടകങ്ങളാണ്. ആ ഘടകങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഓരോ എംപ്ലോയിക്കും അവരുടേതായിട്ടുള്ള റൈറ്റ്സുകളൊക്കെ നേടിയെടുക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്. Then the industrial relation scenario is also affected by a religious and social institution by way of existing value system and by ensuring their compliance. Example, gender based existing in a certain industrial and countries. അതായത് ചിലപ്പോൾ അല്ലെ ചില വ്യവസായ സംരംഭങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെയൊക്കെ നിലനിൽക്കുന്ന കുറെ അല്ലെ അവർക്ക് ഒരു ചെറിയ മമതയുള്ള പാർട്ടികൾക്കൊക്കെ അല്ലെ അവര് ആ ഒരു രീതികൾക്കൊക്കെ ചിലർക്ക് മാത്രം ഒരു പക്ഷപാതം കാണിക്കുന്ന ഒരു നിലപാടുണ്ടാവും. മിക്കപ്പോഴും ചില കൺട്രികളിലൊക്കെ ചിലർക്ക് മാത്രം ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, ചിലർക്കൊന്നും ചില സംരംഭങ്ങളൊക്കെ മുന്നിട്ട് വരാനൊക്കെ ആയിട്ട് അവർ പരിശ്രമിക്കില്ല. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, നമ്മളുടെ ഇന്ത്യൻ കമ്പനികൾ അവരോട് ചേർന്ന് നിൽക്കുന്ന കമ്പനികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്. എംപ്ലോയീസ് എപ്പോഴും കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് നമ്മൾ ഈ കമ്പനി അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ, അതായത് ആ ഒരു സിറ്റുവേഷനിൽ അനുസരിച്ചിട്ട് നമുക്ക് ആ കമ്പനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടറും കൂടി എപ്പോഴും കൺസിഡർ ചെയ്യും. ഇൻഡസ്ട്രിയൽ റിലേഷൻ സെനാറിയോ ഈസ് also affected by religious and social institution by way of existing value system and by ensuring their compliance. Example, അതായത് നമ്മൾ അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പക്ഷപാത സമീപനം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാവോ രാജ്യത്തിലാണെങ്കിലും അല്ലെ. ചിലർക്ക് ചില കമ്പനികൾക്കൊക്കെ മുന്നോട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. ആ ഒരു ചാൻസ് അനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയീസ് ഫാക്ടറിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ആ ഒരു ചാൻസ് എന്നുള്ളത്. അതനുസരിച്ചിട്ട് തന്നെ അവരുടെ ചിലപ്പോ ചില റിലീജിയസ് അല്ലെ ഇപ്പം മതക്കാർക്ക് തന്നെ അത് മുന്നോട്ട് വരാനുള്ള ഒരു ചാൻസുകളുണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതൊക്കെ നമ്മൾക്ക് ഒരു എംപ്ലോയീസ് അല്ലെ ഒരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു കാര്യങ്ങളാണ്. അത് എംപ്ലോയീസിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. നമുക്കറിയാം എംപ്ലോയീസ് ഓരോ കാര്യങ്ങളിലേക്ക് വരുമ്പോഴും അവർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുക അല്ലെ. ഇനി ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കാം. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് മെത്തേഡ് ഓഫ് മോഡേണൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ എക്സെട്ര. ഓക്കെ, an organization that is a technology more advanced needs lesser human capital and hence the bargaining power of the employee organizations decreases. അതായത് നമുക്കറിയാം ഇപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടൊരു കാലഘട്ടമാണ് അല്ലെ, മോഡേണൈസേഷൻ ആണ്. എല്ലാ കാര്യങ്ങളിലും എല്ലാ മെത്തേഡുകളിലും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവര് അല്ലെ ഏതൊരു കമ്പനി ആണെങ്കിലും അത് ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അവിടെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഉത്പാദന ശേഷിയിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും അവരൊരു മോഡേൺ അല്ലെ ഒരു പുതുമ അതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കും. അപ്പൊ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഹ്യൂമൻ അല്ലെ, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എംപ്ലോയീസ് അത് അവരുമായിട്ട് അല്ലെ ആ ഒരു മോഡേണൈസേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം അല്ലെ. An organization that is a technologically more advanced needs lesser human capital. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് തരുന്നു, നമ്മൾ അവിടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പോകുന്നു. ഇൻ കേസ് കൂടുതൽ മോഡേണൈസേഷൻ നടത്തി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ചാൻസ് കൂടുവോ കുറയോ? അതായത് മോഡേണൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് അവര് ആ ഒരു കമ്പനിയിൽ കൂടുതലായിട്ട് മെഷീനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും അവിടുത്തെ ഹ്യൂമന്റെ വർക്ക് അല്ലെ അത് കുറച്ചുകൂടി വരും അല്ലെ, ലെസ് ആയിട്ട് വരും. കാരണം അവിടെയുള്ള വർക്കേഴ്സിന്റെ എണ്ണത്തിൽ കുറവ് വരും. കാരണം അവിടെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയാണ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കമ്പനി ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. എംപ്ലോയിനെ സംബന്ധിച്ച് അത് മസ്റ്റ് ആയിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ഈ ഒരു കമ്പനി തീർച്ചയായിട്ടും നമുക്ക് അവസരം നിഷേധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നോക്കാം, എന്തായാലും നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എന്താ നോക്കാം.
lesser human capital and hence the bargaining power of the employee organization decreases. അപ്പൊ നമുക്കറിയാം നമുക്കൊരു ബാർഗൈൻ അല്ലെ ഒരു നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു പവർ അതായത് എംപ്ലോയിക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പവർ എന്നൊക്കെ പറഞ്ഞത് കുറഞ്ഞു വരും. Greater progression in the technology and advancement in the proficiency of workers have also introduced a new class of employee called the knowledge workers who possess a different set of requirements and goals. അത് മാത്രമല്ല നമുക്കറിയാം ഈ ടെക്നോളജി അഡ്വാൻസ്മെന്റ് അല്ലെ അത് വരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെ ഒരു ഗ്രാജുവലി അവര് എല്ലാം തന്നെ നേടിയിരിക്കണം അല്ലെ നോളജും അതിനെ അനുസരിച്ചിട്ടുള്ള സ്കില്ലൊക്കെ ഓട്ടോമാറ്റിക്കലി അവര് നേടിയിരിക്കണം അല്ലെ അങ്ങനെയുള്ള വർക്കേഴ്സ് അതായത് നോളജ് വർക്കേഴ്സ് അല്ലെ നല്ല അറിവുള്ള അല്ലെങ്കിൽ സ്കില്ലായിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കണം അവിടെ ഉണ്ടാവാനായിട്ട് അവർക്കായിരിക്കും അവിടെ അവകാശം. ഹൂ പൊസസ് ഡിഫറെന്റ് സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് ആൻഡ് ഗോൾസ് അവർക്കായിരിക്കും എന്ത് ആ ഒരു സ്ഥാപനത്തിലെ അല്ലെ ആവശ്യമായിട്ടുള്ള പേഴ്സൺ എന്നുള്ള ഒരു അവകാശം നേടിയെടുക്കാനുള്ള പവർ ഉണ്ടാവുക. കാരണം എന്താണ് കഴിവ് അല്ലെങ്കിൽ നോളജ് കുറവുള്ളവരൊക്കെ പതിയെ പതിയെ ഔട്ടായി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ എംപ്ലോയീസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു എക്കണോമിക് ഫാക്ടേഴ്സ്, ദെൻ സെക്കൻഡ് വൺ പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് ആണ്, ദെൻ തേർഡ് വൺ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ പറയുന്നത്? അതും നമുക്കറിയാം അല്ലെ, രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനങ്ങളൊക്കെ അതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. The political factors comprise the political system, political parties and their principles. അതായത് പ്രധാനപ്പെട്ട അവരുടെ ഇതായിട്ടുള്ള അല്ലെ രാഷ്ട്രീയപരമായിട്ടുള്ള പാർട്ടികൾ അവരുടെ തത്വങ്ങള് അല്ലെങ്കിൽ അവരുടെ ആ സിസ്റ്റം അതൊക്കെ ആയിരിക്കും പൊതുവെ എന്താണ് അതില് പ്രധാനമായിട്ട് ആ കമ്പനിയിൽ നിലനിർത്തി പോകണമെങ്കിൽ അതൊരു പ്രധാനമായിട്ടും എഫക്ട് ചെയ്യും. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ എഫക്റ്റഡ് ബൈ ദ റൈസ് ആൻഡ് പവർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദ മെത്തേഡ്സ് ദേ യൂസ് വൈൽ ക്രിയേറ്റിംഗ് പോളിസീസ്. ഓക്കെ, നമുക്കറിയാം അവിടെ അതിൻ്റെതായിട്ടുള്ള കുറെ നയരൂപീകരണങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അതും തീർച്ചയായിട്ടും എന്താണ് അത് മുൻകൂട്ടി അല്ലെ അത് പൊന്തി വരും അല്ലെ, പല പല തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള നയങ്ങളൊക്കെ മുന്നിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങും. Moreover, since the trade unions are much engaged in the formulation of policies, the policies are somewhat based in favor of the workers. നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അവിടെ ഫേവർ ആയിട്ടുള്ള നിലപാടുകൾ അതായത് വർക്കേഴ്സിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. On the other hand, if the political parties are in any way financially depend on the corporate lobby, the political equation would then be totally different. അതായത് നമുക്ക് അറിയാം അല്ലെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ചിലതൊക്കെ അല്ലെ അവിടെ ഫിനാൻഷ്യൽ ആയിട്ട് ഭയങ്കര സൗണ്ട് ഒക്കെ ആയിട്ട് അവിടെ ആരെങ്കിലൊക്കെ ഒരു അല്ലേ കൂടുതലായിട്ട് അവിടെ എൻഗേജ്ഡ് ആയിട്ട് അല്ലെ പല കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാനും പലർക്കും അല്ലെ പാർട്ടിയുടെ ബേസിലൊക്കെ എന്താണ് കോർഡിനേറ്റ് ചെയ്യാനും അവർക്ക് പല പല ചാൻസുകളൊക്കെ കൊടുക്കാനും ഓഫറൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെന്താണ് ഇവിടെ വർക്കേഴ്സിന്റെ ഇടയിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അതാണ് ഫിനാൻഷ്യൽ ലോബി അല്ലെ, ഇവിടെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ധാരാളം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുന്നിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ എന്താണ് വർക്കേഴ്സിന് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് വർക്കേഴ്സിന് അനുകൂലമായിട്ടുള്ള സാധ്യതകളും ഉണ്ടാവാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോ അങ്ങനെ പലതരത്തിൽ അല്ലെ ഒരു ഫാക്ടർ എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും വർക്കേഴ്സിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. There are certain countries where state capitalism exists and collective bargaining is totally discouraged. ചിലയിടത്തൊക്കെ നമുക്കറിയാം ഇങ്ങനെയുള്ള കളക്റ്റീവ് അല്ലെ ക്യാപിറ്റലിസം സംഭവത്തിനൊന്നും പ്രാധാന്യമൊന്നുമില്ല അല്ലെ, അങ്ങനെ മുതലാളിത്ത സാമൂഹിക വ്യവസ്ഥകളൊക്കെ പാലിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഘടകങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. In such a scenario, trade union have no value and labor management relations are deal with strictly. അവിടെ നമുക്കറിയാം അല്ലെ ലേബർ മാനേജ്മെന്റ് ഒക്കെ അവരുമായിട്ടുള്ള ബന്ധമൊക്കെ ആയിരിക്കും സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. In countries like the former USSR, state socialism exists and trade union have definite responsibility and functions under the purview of the government.
നമുക്കറിയാം ഇത്തരത്തിലൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ട് യൂണിയനൊക്കെ എന്താണ് അവരുടെ ചുമതലകൾ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്ത ബോധത്തിലാണ് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ പോകുന്നത്. അല്ലാതെ വർക്കേഴ്സിന്റെ പ്രാധാന്യം അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അതേസമയം ചിലയിടത്ത് എന്താണ് ചില അല്ലെ കൺട്രികളുടെ വേരിയേഷൻസ് അനുസരിച്ചിട്ട് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവും. ചിലയിടത്ത് ഇതിനൊന്നും പ്രാധാന്യം ഉണ്ടാവില്ല. അതേസമയം ചില കാര്യങ്ങളിലെല്ലാം ഇവരായിരിക്കും തീരുമാനങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുവരുന്നത്. സിൻസ് ഇന്ത്യ ഹാസ് എ മിക്സഡ് എക്കണോമിക് സിസ്റ്റം, എന്താണ് കൗൺസിലേഷൻ, arbitration, എന്താണ് adjudication, then participative management and collective bargaining are all a part of industrial relations. അവിടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മിക്സഡ് എക്കോണമിക് സിസ്റ്റം ആണ് അല്ലെ. അവിടെ എന്താണ് രാഷ്ട്രീയപരമായിട്ടും അതേമാതിരി തന്നെ സാമ്പത്തികപരം മുതലാളിത്തവും അതേമാതിരി തന്നെ അല്ലെ പ്രൈവറ്റും അല്ലെ സാമൂഹികപരമായിട്ടും എല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും അല്ലെ ട്രേഡ് യൂണിയന്റെയും അതേമാതിരി തന്നെ അവരുടെ അല്ലെ മാനേജ്മെന്റിനേക്ക് മിക്സ് ചെയ്ത് തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അല്ലെ അത് മാത്രമേ നമുക്കറിയാം ഗവൺമെന്റിന്റേതായ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്യുമ്പോൾ എല്ലാം കൂടി അല്ലെ മാനേജ്മെന്റും ട്രേഡ് യൂണിയനുകളും ഗവൺമെന്റിന്റെ ലോയും എല്ലാം കൂടി ഒത്തൊരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പൊതുവെ ഇന്ത്യയിലെ ആ ഒരു സമ്പ്രദായത്തിന് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഒരു മിക്സഡ് എക്കോണമി സിസ്റ്റം ആണ് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ചിലയിടത്തൊന്നും മുതലാളിത്ത സമ്പ്രദായം തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്, ചിലയിടത്ത് അല്ലെ പാർട്ടി സംബന്ധമായ കാര്യങ്ങളിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ് മിക്സഡ് എക്കോണമി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു ഫാക്ടർ നോക്കാം. social and cultural factors. Okay, അതിന്റെ ഒരു സംസ്കാരത്തിലും അതൊക്കെ തന്നെയാണ് ചെറുതായിട്ട് ഇതിൽ സൂചിപ്പിക്കുന്നത്. These factors are about different rules, ethics and principles that exist in a society. അതായത് സമൂഹത്തില് അവരുടെ അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, ധാർമ്മികമായിട്ടുള്ള എന്താണ് തത്വങ്ങളുണ്ട്, അത്തരത്തിലുള്ള ഘടകങ്ങൾക്കും പ്രാധാന്യമുണ്ട്. എന്താ പറയുന്നത്, ഇൻ കൺട്രീസ് ലൈക്ക് USA where there is a stable social political order, the government encourages a general philosophy of free enterprise or democratic capitalism. അതായത് നമ്മൾ USA എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സോഷ്യൽ പൊളിറ്റിക്കൽ ഓർഡർ അല്ലെ, അവിടെ ഗവൺമെന്റ് എന്തിനാണ് എൻകറേജ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്നത്, ജനറൽ ഫിലോസഫി ഫ്രീ എന്റർപ്രൈസ് അല്ലെ, ഒരു എന്റർപ്രൈസ് ഒക്കെ ആണെങ്കിൽ അത് ഫ്രീ ആയിട്ട് തന്നെ അല്ലെ അവർക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുന്നുണ്ട്. അതായത് അതേമാതിരി തന്നെ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം ആണ് അല്ലെ, അവിടെ ജനാധിപത്യമായിട്ടുള്ള രീതിയിലുള്ള മൂലധന അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് അവിടെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ഇത് വരുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് എ കൺട്രി collective bargaining is supported by the law and government involvement. അപ്പൊ അവിടെ നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നത് യൂണിയനോ കാര്യങ്ങളോ ഒന്നല്ല, അവിടെ ലോ അല്ലെ നിയമം എന്താണോ പറയുന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. In Scandinavian country and the UK where democratic socialism exists, collective bargaining is the regular model without the need of the government to get involved. അതേസമയം UK പോലെയുള്ള കൺട്രി ഒക്കെ ആണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഗവൺമെന്റിന് ഇൻവോൾവ് ഇല്ല അല്ലെ, അവിടെ പങ്കാളിത്തമില്ല, അവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഗവൺമെന്റ് ഒന്നും അല്ല അവിടെ ഉണ്ടാക്കേണ്ടത് അല്ലെ. ആ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അവിടുത്തെ എന്റർപ്രൈസസ് ഒന്നും അംഗീകരിക്കില്ല അല്ലെ. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് ഗവൺമെന്റിന് യാതൊരു പങ്കും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഡിഫറെന്റ് കൺട്രികൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ചെറിയ കണ്ടിന്യൂവേഷൻ എന്നതും എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പൊ ഓരോ കൺട്രിയും എന്താണോ നമുക്കറിയാം, നമ്മുടെ കൺട്രിയിൽ എന്താണ് യൂണിയൻ നേതാക്കളുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ലോകളും ഉണ്ട് അല്ലെ. അപ്പൊ ഇൻ കേസ് മാനേജ്മെന്റും യൂണിയനും ഒക്കെ പറയുന്നത് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കോർട്ടിനെ സമീപിക്കും. കോർട്ട് ലോ എല്ലാം അത് അനുസരിച്ചിട്ട് തന്നെ നടപ്പാക്കുന്നുണ്ടോ എന്നൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ടാണ് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡിസിഷനിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ ബാർഗെയിന് മിക്സഡ് സമ്പത്ത് അല്ലെ, മിക്സഡ് ആയിട്ടുള്ള എക്കോണമിയാണ്. അതേസമയം ഈ ഒരു കൺട്രികളുടെ വ്യത്യാസം അല്ലെ, UK യിലൊക്കെ ആണെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പ്രത്യേകമായിട്ടില്ല. അതേസമയം USA യിലൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ്സിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റ് ആയിട്ടും അവിടെ ഫോളോ ചെയ്യുന്നു. ഓക്കെയാണോ?
Okay. The next ആണെങ്കിൽ organizational factors. കണ്ടിന്യൂ ചെയ്ത് പോകാമോ? നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. കുറെ നേരമായി എന്നൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. ഓക്കെ. നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്നാണ്. നോക്ക നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണ്. അതായത് ആഗോളതലത്തിലുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു കമ്പനി അല്ലെ, കമ്പനിക്ക് ജസ്റ്റ് ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു കൺട്രിയിൽ മാത്രമല്ല നിലനിന്ന അല്ലെ അതിൽ മാത്രമുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഉള്ളത്. ഗ്ലോബൽ ആയിട്ടുള്ള ഘടകങ്ങളും കൂടി അതിൽ പ്രധാനപ്പെട്ടതാണ്. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഗ്ലോബൽ ഡിഫറൻസസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ് ഓഫ് ILO. എന്താണ് ILO എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞേക്കുന്നത് തന്നെയാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ആരെങ്കിലും നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. Then foreign trade agreements and relations, economic and trading policies of power blocks, global cultural environment, international labor agreement, etc. അതായത് നമുക്കറിയാം എന്താണ് നമ്മൾ അല്ലെ നമ്മള് കൺട്രി മറ്റു കൺട്രിയുമായിട്ടൊക്കെ വ്യാപാര ബന്ധത്തിലൊക്കെ ഏർപ്പെടും അല്ലെ. അത് മാത്രമല്ല എന്താണ് നമ്മളുടെ നാഷണലി ആണെങ്കിൽ നമുക്കറിയാം രാജ്യത്തിനുള്ളിലാണ് അല്ലെ. രാജ്യത്തിനുള്ളിലുള്ള ബന്ധം മാത്രമല്ല എന്താണ് ഇന്റർനാഷണൽ അല്ലെ, നമ്മുടെ രാജ്യത്തിനൊട്ടാകെയും അതോടൊപ്പം തന്നെ ഗ്ലോബലി ലോകമെമ്പാടും. അപ്പം ഇപ്പൊ ഒരു സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നാഷണലി നമ്മൾ മൊത്തത്തിൽ ഇൻവോൾവഡ് ആവും അല്ലെ. പല എഗ്രിമെന്റിലും പല കരാറുകളിലൊക്കെ ഒപ്പിട്ട് നമുക്കറിയാം പല കമ്പനികളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യും. നമുക്കറിയാം പല പല ബ്രാഞ്ചുകൾ പല സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള രാഷ്ട്രീയമായിട്ടുള്ളതും അതായത് മറ്റേതും അല്ലെ ഒരു കൾച്ചറൽ സാംസ്കാരികമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സുകളും അവിടെ ഫോളോ ചെയ്ത് പോകണം അല്ലെ. ഇൻ കേസ് നമുക്കറിയാം എന്താണ് ടാക്സേഷൻ സിസ്റ്റം വരെയുണ്ട് അല്ലെ. നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ എക്കോണമി ഫോളോ ചെയ്യുന്ന GST, SST അല്ലെ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒക്കെ കൊടുക്കേണ്ട ടാക്സിങ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും പല ഘടകങ്ങളും ഇൻവോൾവഡ് ആണ്. പല കരാറുകളിലും ഒപ്പിട്ടൊക്കെ പോകേണ്ടതുണ്ട്. അപ്പൊ ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഗ്ലോബൽ ഡിഫറൻസസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിനകത്തുള്ള ബന്ധങ്ങളുണ്ട്. എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, സാമ്പത്തിക രാഷ്ട്രീയ പ്രിൻസിപ്പിൾസ്, അവിടുത്തെ തത്വങ്ങള് മാനിക്കേണ്ടതുണ്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് ILO, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെ, അതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തി തന്നെയായിരിക്കും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അതേമാതിരി തന്നെ ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്, അതായത് അതിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ളവര് അതൊക്കെ മസ്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നു അല്ലെ. ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്സ്, അതായത് വിദേശവുമായി വ്യാപാര ബന്ധങ്ങളൊക്കെ ഉള്ള എഗ്രിമെന്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് റിലേഷൻസ്, എക്കണോമിക് ആൻഡ് ട്രേഡിംഗ് പോളിസീസ് ഓഫ് പവർ ബ്ലോക്സ്, ഗ്ലോബൽ കൾച്ചറൽ എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ലേബർ എഗ്രിമെന്റ്, അതായത് പലതരത്തിലുള്ള അല്ലെ നമ്മുടെ എൻവയോൺമെന്റ് പാരിസ്ഥിതികമായിട്ടുള്ള ഘടകങ്ങളിലൊക്കെ എന്തെങ്കിലും ബന്ധങ്ങൾ അല്ലെ എന്തെങ്കിലും കരാറിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലേബർ എഗ്രിമെന്റ് പല എഗ്രിമെന്റുകളിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഘടകങ്ങളെല്ലാം തന്നെ അവിടെയുള്ള എംപ്ലോയീസിനും ബാധകമാണ് അല്ലെ. ഇന്ന മെമ്പർഷിപ്പിലുള്ള കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഘടകങ്ങളും അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി
ബാധിക്കുന്നതാണ്. അത്രയാണ് നമ്മൾ എംപ്ലോയീസുമായി ബന്ധപ്പെടുന്ന ഫാക്ടേഴ്സിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു 7 പോയിന്റ് ആണ്. ഓക്കെ, ആ ഒരു ചാർട്ട് എടുത്ത് തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ഘടകങ്ങളാണെന്നുള്ളത് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഏതൊക്കെ അല്ലെ നമ്മൾ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നത് ഏതൊക്കെ അല്ലെ എക്കണോമിക് ഘടകങ്ങളിൽ എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സഡ് ഇക്കോണമി വരുന്നു. അതേമാതിരി തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ലേബർ ഫോഴ്സ്, ഒരു ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്, ലേബർ യൂണിയൻ ആൻഡ് എംപ്ലോയി ഓർഗനൈസേഷൻസ് ഒക്കെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള അല്ലെ കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. വലിയ അല്ലെ ഇപ്പൊ എന്താണ് നമ്മൾ വിവരിക്കേണ്ട ആൻസർ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. അപ്പൊ ഏതൊക്കെ തരത്തിൽ എത്ര ടൈപ്പിലുള്ള ഇൻഫ്ലുവൻസുകൾ ഉണ്ട്, അത്തരത്തിലുള്ള ഫാക്ടേഴ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഓരോ ഫാക്ടേഴ്സിലും ഉൾപ്പെടുന്നത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കുക. ഏതെങ്കിലും ഫാക്ടറൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്നാണ് അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് അപ്രോച്ചസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്. ഈ തൊഴിലാളികളുടെ ഈ ഒരു ബന്ധങ്ങളിലെ സമീപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്രോച്ചസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് ആർ ആസ് ഫോളോസ്. അപ്രോച്ചസ് ഓഫ് പ്രധാനമായിട്ടുള്ള റിലേഷൻസിൽ പറയുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ച്, സോഷ്യോളജിക്കൽ അപ്രോച്ച്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, ഗാന്ധിയൻ അപ്രോച്ച്, ഡൺലപ്പ് സിസ്റ്റംസ് അപ്രോച്ച്. അത്തരത്തിലുള്ള ഒരു 6 അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ അതിനെ ഒന്ന് പറഞ്ഞു നോക്കി. ഇപ്പഴ മാത്രമേ ഞാൻ ചിലപ്പോൾ വായിക്കുള്ളൂ, അത് അങ്ങനെ തന്നെ എടുത്ത് വെക്കുകയായിരിക്കും. എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്, ഏതൊക്കെ അപ്രോച്ചുകളാണ്? കാഴ്ച വരുന്നതേ ഉള്ളൂ, ഒന്ന് നോക്കാം. എന്താണ് സൈക്കോളജിക്കൽ അപ്രോച്ച്? ഞാൻ നിങ്ങളിപ്പോ മെസ്സേജ് അയക്കുന്നവർക്ക് വിചാരിച്ചിരിക്കുകയാണ് ഏതൊക്കെ അപ്രോച്ച് എന്നുള്ളതില്. ഓക്കെ, എന്തായാലും ജസ്റ്റ് വായിക്കുന്നുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ട്, സോഷ്യോളജിക്കൽ അപ്രോച്ച് ഉണ്ട്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഗാന്ധിയൻ അപ്രോച്ച്, ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച്. അങ്ങനെ 6 തരത്തിലുള്ള സമീപനങ്ങളാണ് എംപ്ലോയീസ് റിലേഷൻസിലുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടത് ഇൻഫ്ലുവൻസസ് അല്ലെ, അത് മാറിപ്പോകുന്നു ചെയ്യരുത്. എന്താണ് നമ്മൾ നേരത്തെ കണ്ടത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയീസ് റിലേഷൻസ്. അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അവിടെ നമ്മൾ കണ്ടു എക്കണോമിക് ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ഗ്ലോബൽ ഫാക്ടേഴ്സ്. ഇവിടെ നമ്മളുടെ സമീപനങ്ങൾ അല്ലെ, അവിടെ റിലേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്രോച്ചസുകളെ കുറിച്ചിട്ടാണ്. അവിടെ എന്താണ് സൈക്കോളജിക്കലും സോഷ്യോളജിക്കൽ ആയിട്ടുള്ള സമീപനങ്ങളുണ്ട്, സോഷ്യോ എത്തിക്കൽ ആയിട്ടുള്ള സമീപനമുണ്ട്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഗാന്ധിയൻ ആൻഡ് ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ചുകളുണ്ട്. അപ്പൊ ഇനി ഫസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ സൈക്കോളജിക്കൽ അപ്രോച്ച് നോക്കാം. എന്താണ് ദ സൈക്കോളജിക്കൽ അപ്രോച്ച് വ്യൂ ദ ഇഷ്യൂ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആസ് intensely embedded in the attitude and the perception of a key participants.
അതായത് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെ അവിടെ കീ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നവരെ, അതായത് നമുക്കറിയാം എംപ്ലോയീസ് ആണ് അവിടെ പ്രധാനമായിട്ട് അല്ലെ, അവരുടെ പ്രധാനപ്പെട്ട ധാരണകള്, മനോഭാവങ്ങള്, അതെല്ലാമാണ് സൈക്കോളജിക്കൽ വ്യൂവില് നോക്കുന്നത്. അതായത് മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ ധാരണകള്, മനോഭാവങ്ങള്, അത് പ്രധാനമായിട്ടും എന്താണ് ഉൾച്ചേർത്തുകൊണ്ട്, അതാണ് എംബഡഡ് എന്ന് പറയുന്നത്, ഇന്റൻസ്ലി, അതായത് ആ ഒരു വ്യവസായ ബന്ധത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് അവിടെയുള്ള എംപ്ലോയീസിന്റെ ധാരണകളും മനോഭാവങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് അവിടെ വീക്ഷണത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. Then Mason had studied the impact of a perception of an individual on his own behavior. അവിടെ ഒരു സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള പെരുമാറ്റ രീതിയിൽ തന്നെ അദ്ദേഹം ഒരു സ്റ്റഡി ചെയ്യാണ്. ആര്? മേസൺ ഹാരിസ് സ്റ്റഡി ചെയ്യാണ്. ഹാരിസ് സ്റ്റഡി ചെയ്യുന്നു. then അദ്ദേഹത്തിന്റെ ധാരണകൾ എന്താണെന്നത് വ്യക്തമാക്കുന്നുണ്ട്. In the study of the behavior of a two dissimilar group, that is the executives and the union leaders, are analyzed with the help of TAT, അതായത് തെമറ്റിക് എന്താണ് പെർസെപ്ഷൻ ടെസ്റ്റ്. അതായത് അവിടെ ആ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം മാസൺ ഹാരിസ് അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി അത് മനസ്സിലാക്കിയെടുത്തോളം പറയുന്നത് അവിടെ ഡിസിമിലർ ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ അവിടെയുണ്ട്. ദാറ്റ് ഇസ് എക്സിക്യൂട്ടീവും ആൻഡ് യൂണിയൻ ലീഡേഴ്സ്, അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളെ ആക്കി മാറ്റുന്നുണ്ട്. ദെൻ അവരെ ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് TAT ടെസ്റ്റ് എന്ന് പറയുന്നത് തെർമറ്റിക് അപ്രൻസെപ്ഷൻ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് എന്താന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. To conduct the test, a photograph of an ordinary middle-aged person was taken as input, and it was expected from both the groups to give their rating. അതായത് ഒരു ഫോട്ടോഗ്രാഫ് എടുത്തേക്കാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു അല്ലെ, ഇപ്പൊ കുറെ കാലം നമുക്കറിയാം നമ്മുടെ മന്ത്രി ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും സോഷ്യൽ വർക്കർ ഉണ്ടാവാം, അല്ലെങ്കിൽ നല്ല അല്ലെ പ്രധാനമായിട്ടും പലതരത്തിലുള്ള ഒരു പേഴ്സണെ ഉണ്ടാവും അല്ലെ. എല്ലാവരുടെ മൈൻഡിലേക്ക് ആ ഒരു ഏരിയയിലുള്ള വ്യക്തികളുടെ മുമ്പിൽ പല വ്യക്തികളുണ്ടാവും. ചിലവരെ ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവര് കളിക്കാരുടെ പിക്ചേഴ്സ് ആയിരിക്കും അല്ലെ അവരുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റോൾ മോഡൽ എന്നുള്ള രീതിയിൽ പിക്ചേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ടു കണ്ടക്ട് ദ ടെസ്റ്റ് ഓഫ് എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ഓർഡിനറി മിഡിൽ ഏജ്ഡ് പേഴ്സൺ, ഒരു ഓർഡിനറി സാധാരണ രീതിയിലുള്ള ഒരു മിഡിൽ ഏജ്ഡ് പേഴ്സണെ എടുത്തിട്ട് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുകയാണ്. ദെൻ എന്താണ് അവിടെ രണ്ട് വ്യക്തികളെ അല്ലെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് ഗ്രൂപ്പും യൂണിയൻ ലീഡേഴ്സും. ദെൻ ഇനി നെക്സ്റ്റ് എന്താണ് അദ്ദേഹം സ്റ്റഡി ചെയ്യുന്നത് നോക്കാം. ദ ഫോട്ടോഗ്രാഫ് വാസ് റേറ്റഡ് ബൈ ദ ഗ്രൂപ്പ് ഇൻ ഡിഫറെന്റ് മാനർ. അപ്പൊ ഫോട്ടോഗ്രാഫ് ഓരോ ഗ്രൂപ്പിലും പ്രത്യേക മാനറിലാണ് റേറ്റ് ചെയ്യുന്നത്, അതായത് വിലയിരുത്തുന്നത്. ഓക്കെ, അവർക്ക് ഒരു വിലയിരുത്തൽ ഉണ്ടാവും അല്ലെ, ഓരോ ഗ്രൂപ്പിനും ഓരോ വിലയിരുത്തലുണ്ട്. The union leaders referred to the person in the photograph as a manager, while the group of executive identified it is their union leader in the photograph. അപ്പൊ അദ്ദേഹം അതായത് മാനേജർ, അതായത് ഫോട്ടോഗ്രാഫിനെ നോക്കുകയാണെങ്കിൽ യൂണിയൻ ലീഡേഴ്സ് എന്താണെന്നാണ് പറയുന്നത്, അദ്ദേഹമാണ് മാനേജർ എന്നാണ് കൺസെപ്റ്റിലേക്കാണ് വിലയിരുത്തുന്നത്. അതേസമയം എക്സിക്യൂട്ടീവ് പൊസിഷനിലുള്ളവരെ വിലയിരുത്തുന്നത് അത് യൂണിയൻ ലീഡർ ആണെന്നാണ് വിലയിരുത്തുന്നത്. അപ്പൊ ഡിഫറൻറ്റ് മനസ്സിലാക്കുക. യൂണിയൻ ലീഡേഴ്സ് ആണെങ്കിൽ അവരെ മാനേജർ എന്നുള്ള രീതിയിലാണ് ആ ഫോട്ടോഗ്രാഫിനെ വിലയിരുത്തുന്നതെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് ആ മാനേജറെ യൂണിയൻ ലീഡർ ആയിട്ട് തന്നെയാണ് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. Okay, it was concluded that a conflict between management and labor arises as every group negatively receive in the other one. അതായത് ഒരു വലിയ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇരു കൂട്ടരും തമ്മിൽ ഒരേപോലെ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളായിരിക്കും. അതായത് എക്സിക്യൂട്ടീവിനും യൂണിയൻ ലീഡേഴ്സിനൊക്കെ ഏതൊരു കാര്യം കൊണ്ടുവന്നാലും അതിൽ എന്താണ് വിപരീത ദിശയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാകും. ക്ലിയർ ആയോ? അദ്ദേഹത്തിന്റെ സ്റ്റഡി എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്? ക്ലിയർ ആയോ? അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ കൊണ്ടുവന്നൊക്കെയാണ്, ഒരു ഫോട്ടോഗ്രാഫർ കൊണ്ടുവന്നിട്ട് എക്സിക്യൂട്ടീവിന്റെ ഇടയിലും യൂണിയൻ ലീഡേഴ്സിന്റെ ഇടയിലും അത് വിലയിരുത്തുകയാണ്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദിസ് സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ടു ഡിസിമിലർ ഗ്രൂപ്പ്, അതായത് സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പുകളല്ല, വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് എക്സിക്യൂട്ടീവ്, അതായത് ഒരു സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവിന്റെ ഗ്രൂപ്പുകളും അതേമാതിരി തന്നെ യൂണിയൻ ലീഡേഴ്സിന്റെ ഗ്രൂപ്പുകൾ. എക്സിക്യൂട്ടീവ്സ് പൊതുവെ നമുക്കറിയാം അല്ലെ, അവിടെ
മാനേജ്മെന്റിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ മെനഞ്ഞെടുക്കുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ പൊതുവെ. അതേസമയം യൂണിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് അവര് എംപ്ലോയീസിനോടൊപ്പം നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അല്ലെ അവര് ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് കമന്റ് അല്ലെ ആ ഒരു മൈൻഡിലൂടെ വിലയിരുത്തുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു പിക്ചർ കൊണ്ടുവന്നിട്ട് എന്താണ് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് എക്സിക്യൂട്ടീവ് പക്ഷം എന്താന്ന് പറയും, അതായത് മാനേജ്മെന്റിന് അനുകൂലമായിട്ടുള്ള നിലപാട് ഒരു കൂട്ടരെടുക്കും, പ്രതികൂലമായിട്ടുള്ള ഒരു നിലപാട് മറ്റൊരു കൂട്ടരെടുക്കും. നോക്കാം എന്താണ് ടു കണ്ടക്ട് ദ ടെസ്റ്റ് ഫോട്ടോഗ്രാഫ് ഓഫ് ആൻ ഓർഡിനറി മിഡിൽ ഏജ്ഡ് പേഴ്സൺ വാസ് ടേക്കൺ ആസ് ഇൻപുട്ട്. ഒരു ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത് ഒരു ഓർഡിനറി സാധാരണ രീതിയിലുള്ള ഒരു മിഡിൽ ഏജ്ഡ് പേഴ്സന്റെ ഒരു ഫോട്ടോഗ്രാഫ് ആണ് എടുക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് എക്സ്പെക്ടഡ് ഫ്രം ബോത്ത് ദ ഗ്രൂപ്പ് ഓഫ് ടു ഗിവ് ദയർ റേറ്റിംഗിന്, അതായത് എക്സിക്യൂട്ടീവ് പക്ഷത്തിനും യൂണിയൻ ലീഡേഴ്സിനും ആ ഒരു ഫോട്ടോഗ്രാഫ് റേറ്റിംഗിന് വിട്ടുകൊടുക്കുകയാണ്. Then the photographers was rated by the group in different manner. That is, the union leaders referred to the person in the photograph as a manager. Okay, അപ്പോൾ എക്സിക്യൂട്ടീവിന്റെ ഇതിൽ നിന്ന് നോക്കിയ സോറി നിങ്ങൾ ഞാൻ കൺഫ്യൂഷൻ ആക്കേണ്ട. യൂണിയൻ ലീഡേഴ്സ് എന്താണ് ഈ ഒരു ഫോട്ടോഗ്രാഫിനെ റെഫർ ചെയ്യുന്നത്, മാനേജർ ആണ് എന്നുള്ള രീതിയിലാണ് റെഫർ ചെയ്യുന്നത്. Then while the group of executive identifier it is as the union leader in the photographer, അത് യൂണിയൻ ലീഡർ ആയിട്ടാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ്, ഒരേപോലെ കയ്യിൽ കൂട്ടരും എന്താണ് റേറ്റ് ചെയ്യില്ല, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് റേറ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു കമാൻഡാണ് എടുത്ത് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. അതായത് എന്താണ് ഒരു മാനേജ്മെന്റിന് അവിടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്യാങ് ആണ് എങ്കിൽ എന്താണ് മാനേജ്മെന്റിനോട് അപ്രോച്ച് അല്ലെ അതിനോട് ചേർന്ന തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഒക്കെയാണെന്ന് ഫോളോ ചെയ്യും. അതേസമയം യൂണിയൻ ലീഡേഴ്സ് എന്താണ് അതിന് റോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. ഏത് അഭിപ്രായം കൊണ്ടുവന്നാലും എന്താണ് എക്സിക്യൂട്ടീവ് പക്ഷം എന്താണ് മാനേജ്മെന്റിനോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതേസമയം യൂണിയൻ ലീഡേഴ്സ് എന്താണ് അവരോട് പ്രതികൂലമായിട്ടുള്ള എന്താണ് അപ്രോച്ച്മെന്റ് ആയിരിക്കും സ്വീകരിക്കുന്നത്. അപ്പൊ എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണത്. നമുക്കറിയാം ഇതൊരു സംഘടനയുണ്ടെങ്കിലും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിലും അവിടെ യൂണിയനുകൾക്ക് അല്ലെ ചിലപ്പോൾ നമുക്കറിയാം യൂണിയൻ കറക്റ്റ് ആയിട്ട് തന്നെ എംപ്ലോയീസിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന യൂണിയനുകളുണ്ട് കേട്ടോ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്തായാലും എന്താണ് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ എവിടെയും ഉണ്ടാക്കാം എന്നുള്ള ഒരു അപ്രോച്ചാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സമീപനത്തില് വ്യക്തമാക്കുന്നത്. ക്ലിയർ ആയോ? അതെ അതെ, ഓപ്പോസിറ്റ് തിങ്ക് എന്തായാലും ഉണ്ടാവും. അവിടെ ഒരു കോൺഫ്ലിക്റ്റുകൾ വരാനായിട്ട്. ഇറ്റ് വാസ് കൺക്ലൂഡഡ് ദാറ്റ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ലേബർ അറൈസസ് ആസ് എ വെരി ഗ്രൂപ്പ് നെഗറ്റീവ്ലി റിസീവ് ദ അതർ വൺ. അതായത് ചിലപ്പോ ശരിയായ കാര്യങ്ങള് ചിലപ്പോ എന്താ പറയാ തെറ്റായ കാര്യങ്ങൾ മാനേജ്മെന്റ് വരാണെങ്കിൽ ചിലപ്പോ യൂണിയൻ നേതാക്കൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതേസമയം ശരിയാണെന്ന് പറയും ക്ലോസ് ചെയ്യും. അതേസമയം ശരിയായ ഒരു നിലപാട് കൊണ്ടുവരികയാണെങ്കിലും യൂണിയൻ നേതാക്കൾ അത് തെറ്റാണെന്ന് പറയും അല്ലെ. ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവും. കാരണം യൂണിയൻ അവിടെ ഉണ്ടെങ്കിൽ അപ്പൊ അവരെ ഇടനിലക്കാരനായിട്ട് തന്നെ സമന്വയിപ്പിച്ചുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ ഡിസ്കസ് അല്ലെ നേരത്തെയൊക്കെ റിലേഷൻഷിപ്പ് പഠിപ്പിച്ചപ്പോ പറഞ്ഞു നല്ലൊരു സമീപനം യൂണിയൻ നേതാക്കളായിട്ട് എപ്പോഴും അല്ലെ അവരോടും കൂടി പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചാൻസുകൾ ഉണ്ടാക്കണം. അപ്പൊ എന്താണ് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഓക്കെന്ന് അല്ലെ പ്രൊസീഡ് ചെയ്യും. അതല്ല എങ്കിൽ എന്താണ് ഇവര് എന്തെങ്കിലും തെറ്റുകളൊക്കെ എപ്പോഴും കൊണ്ടുവരും. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള സാധ്യത എപ്പോഴും ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം എന്താണ് ആ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അതാണ് ആ ലാസ്റ്റ് കൺക്ലൂഷനിൽ പറയുന്നത്. ഇറ്റ് വാസ് കൺക്ലൂഡഡ് ദാറ്റ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ലേബർ അറൈസസ് ആസ് എവറി ഗ്രൂപ്പ് നെഗറ്റീവ്ലി റിസീവ്സ് ദ അതർ വൺ അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം മറ്റു ഇരുകൂട്ടരും തമ്മിലുണ്ടാവും അല്ലെ. ഒരാളെ വിമർശിക്കാനായിട്ട് എന്തായാലും ഒരു കൂട്ടര് റെഡിയായി തന്നെയായിരിക്കും നിൽക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം എന്ത് തീരുമാനങ്ങളും നിലപാടുകളൊക്കെ എടുക്കുന്നത്. ചിലപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നല്ല ഒരു തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല എങ്കിലും എന്തായാലും തർക്കങ്ങൾ വരുന്നുള്ള കാര്യം എപ്പോഴും മസ്റ്റായിട്ടും ഓർത്ത് വെക്കണം. ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി സൈക്കോളജിക്കൽ അപ്രോച്ച് സമീപനമാണ് നമ്മൾ കണ്ടത്.
ഇനി സോഷ്യോളജിക്കൽ അപ്രോച്ച് ഉണ്ട്, ഹ്യൂമൻ റിലേഷൻ. ഓക്കെ, അതേമാതിരി തന്നെ സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, അങ്ങനെ പല സമീപനങ്ങളുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ്. നോക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഒന്നുകൂടി നോക്കാനുണ്ടോ? നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം, ആ മീനിങ്ങിലേക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കണേന്നുള്ള ഡൗട്ടുകൾ വരരുത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു കമാൻഡ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. ആ ഒരു നിർദ്ദേശം, ഒരു സജഷൻ ആണ് ഇവിടെ പറയുന്നത്. കാരണം ഒരേപോലെ ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് അവര് തയ്യാറാവില്ല, അല്ലെ? അത് മനസ്സിലാക്കി തന്നെയായിരിക്കണം എപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ജസ്റ്റ് നോക്കാം. ഓക്കെയാണോ? ആശു നോക്കിയോ? പത്തേലേക്ക് പോയിക്കോട്ടെ, ഒരു പോയിന്റ് കൂടി എടുക്കാം. ഓക്കെ, എന്താണ് നെക്സ്റ്റ്? ഇതൊരു ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി പോകാനായിട്ട് ഓരോരുത്തരുടെയും അപ്രോച്ചുകൾ ഓരോരുത്തരൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ബോറാണ്, എങ്കിൽ കൂടി മനസ്സിലാക്കി പോകാം. എന്താണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്? എന്താണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്? അവിടെ പ്രധാനമായിട്ട് മനുഷ്യന്റെ ഒരു ബന്ധം, അല്ലെ? ആ ഒരു രീതി തന്നെയാണ് ഇവിടെ പറയുന്നത്. എൽട്ടൺ മേയോ വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഇദ്ദേഹമാണ് എന്താണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് എൽട്ടൺ മേയോ ആണ്. ദിസ് സ്കൂൾ ഓഫ് ട്രൂത്ത് വാസ് ലേറ്റർ എക്സ്റ്റെൻഡഡ് ബൈ Roethlisberger, then Whitehead, W.F. White, and Magnus, who have a rational view of the characteristics of industrial conflicts and harmony. അതായത് ഇവരൊക്കെ കൂടിയാണ് ആ ഒരു ഇതിൽ കൂടിയാണ് ഈ ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അവര് പ്രധാനമായിട്ട് ഇതൊന്നും നിങ്ങൾക്ക് എന്താണ് പേരുകളൊന്നും മസ്റ്റായിട്ടൊന്നും നോക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഈ അപ്രോച്ചിന്റെ എൽട്ടൺ മേയോയുടെ പേര് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ എന്താ പറയുന്നത്? Who gave a rational view of the characteristics of industrial conflicts and harmony. അവര് പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? വ്യവസായത്തിന്റെ തർക്കങ്ങൾ അല്ലെങ്കിൽ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സവിശേഷതകളാണ് റാഷണൽ വ്യൂവില്, അല്ലെ? ആ ഒരു വിഷയത്തിൽ തന്നെയാണ് ഈ ഒരു സമീപനം കൊണ്ടുവന്നിരിക്കുന്നത്. താഴേക്ക് നോക്കാം. The approach emphasizes on those policies and methods that can be implemented to improve the workers' employees' self-esteem, then competence and job satisfaction. അതായത് ജോലി സംതൃപ്തമാക്കുന്ന തരത്തില് അവിടെയുള്ള എംപ്ലോയീസിന്റെ ജോലിയൊക്കെ സംതൃപ്തമാക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ ആത്മാഭിമാനം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ അവിടെയുള്ള എംപ്ലോയീസിനെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്, അല്ലെ? ആ ഒരു സമീപനമാണ് അവിടെ എടുത്തിരിക്കുന്നത്. അത്തരത്തില് അവരുടെ ജോലിയൊക്കെ സംതൃപ്തമായിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആത്മാഭിമാനം ഉളവാക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ, ആ പോളിസികള് കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, നടപ്പാക്കി കൊണ്ടുവരേണ്ടത്. ആ ഒരു റിലേഷൻ, അതായത് ഹ്യൂമൻ റിലേഷൻ, അല്ലെ? അവിടെയുള്ള തൊഴിലാളികളുടെ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ പീസ്ഫുൾ റിലേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ അവിടെയുള്ള എംപ്ലോയീസിന്റെ ആ ഒരു സംതൃപ്തിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ തർക്കങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണോ കുറവാണോ? കൂടുതലാണോ കുറവാണോ? അതായത് അവിടെയുള്ള ലെസ്സാണ്, കുറവാണ്, അല്ലെ? കാരണം അവിടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അഭിപ്രായത്തിൽ നമുക്കറിയാം അവിടെ എംപ്ലോയീസിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആത്മാഭിമാനത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയുള്ള പോളിസികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മാനേജ്മെന്റും ലേബറും തമ്മിലൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ പീസ്ഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റും തൊഴിലുടമകളും അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ല സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്.
ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, എല്ലാ അപ്രോച്ചും പറഞ്ഞ് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഫാക്ടേഴ്സുകൾ എടുത്തു, അതോടൊപ്പം തന്നെ കുറച്ച് എന്താണ് അപ്രോച്ചസുകളും സമീപനങ്ങളെ കുറിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഒരു 2-3 അപ്രോച്ചസ് കൂടിയുണ്ട്. ഇതിന്റെ ഒരു എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ചിന്റെ ഒക്കെ ഒരു കണ്ടിന്യൂവേഷൻ കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗം എന്തായാലും നെക്സ്റ്റ് ഇതിൽ എടുക്കാം. അതുവരെയുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ആണോ? ാണ് അടുത്തൊരു പോയിന്റ് എടുക്കാനായിട്ട് നമുക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് സ്പീഡിൽ പറഞ്ഞാൽ നിങ്ങളെ ബോറടിച്ചു പോകും. അപ്പൊ എന്തായാലും സിമ്പിൾ ആണ്. ഇനിയുള്ള പോയിന്റ്സ് ഒക്കെ അധികം ടഫൊന്നുമില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എനിവേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.